ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പോ സത്യം ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നോ? പപ്പി സത്യ അപകടത്തിൽപ്പെട്ട കാര്യം അയ്യോ എപ്പോ? സത്യമ്മയ്ക്ക് അറിയാമെന്നാ ഞാൻ കരുതിയത്. അതൊന്ന് പറഞ്ഞിട്ട് പോ മാഷേ. അത് ശരി. അപ്പം മോൻ പോയിട്ടും മോശമായ അപ്പൊ ഗ്രേഡ് കൂടി. അതെ, പണ്ടത്തെ നോവൽ എഴുത്തുകാരൊക്കെ ചെയ്യുന്ന പോലെ ഗംഭീര ട്വിസ്റ്റ് കൊണ്ടേ എത്തിച്ചിട്ട് എഴുതി കാണിക്കില്ലേ? തുടരും. അത് തന്നെ മോളെ തൽക്കാലം ചെയ്യണേ. തുടരും. ശേഷം നാളെ ഇങ്ങോട്ട് മാറിക്കണേ. അതൊരോർത്തിരിക്കാനേ. ഇതിരിക്കട്ടെ. ബൈ 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 ബൈ. ഇനി രാത്രി സ്വപ്നത്തിൽ വരാട്ടാ. അതെ, അപ്പഴും പറയില്ല അല്ലേ? അത് സസ്പെൻസാന്ന് പറഞ്ഞല്ലോ. കളക്ടർ ഈ രാത്രി മുഴുവൻ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കും കേട്ടാ. പോട്ടെ. അതിപ്പോ എന്തായിരിക്കും? ഈ പെണ്ണിന് എന്താ കാണാത്തെ? വരേണ്ട സമയം കഴിഞ്ഞില്ലേ? ഉച്ചയ്ക്ക് മുമ്പ് ഈ കാണുന്ന ഓർഡറൊക്കെ കൊടുത്തു തീർക്കേണ്ടതല്ലേ? വീട്ടിലെന്തെങ്കിലും ആവശ്യം കാണുമായിരിക്കും. എന്നാ പിന്നെ അവക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? മനുഷ്യൻ ഇങ്ങനെ നോക്കി നിർത്തി ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ? ഭാമേ, എല്ലാവർക്കും അവരുടെ കാര്യം വരുതാ. ഈ എടുത്തു വച്ചേക്കുന്ന എല്ലാം അവിടെ എത്തിക്കണമെന്നുള്ളതേ നിന്റെ ഉത്തരവാദിത്വമാ. അത്രത്തോളം ഉത്തരവാദിത്വമൊന്നേ അവർക്കുണ്ടാവണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ലല്ലോ. വരുന്നുണ്ടല്ലോ. അതെ, നീ നിന്റെ ചാട്ടവും ബഹളവുമൊന്നേ അതിന്റെ അടുത്ത് എടുക്കാൻ നിൽക്കണ്ട. ഒരാൾ ഇങ്ങനെയൊക്കെ കൂടെ നിൽക്കാൻ കിട്ടുന്നതിന് വലിയ ഭാഗ്യമാ. നിനക്ക് ഇത്ര വൈകിയപ്പോ ഒന്ന് വിളിച്ചു പറയാൻ പാടില്ലായിരുന്നോ? ഇതൊക്കെ എത്തിക്കേണ്ട സ്ഥലത്ത് പറഞ്ഞ സമയത്ത് തന്നെ എത്തിക്കണ്ടേ? ഞാൻ നേരത്തെ തന്നെ ഇറങ്ങിയതാ സത്യമ്മേ. വഴിക്ക് വെച്ച് നമ്മുടെ ശാന്ത ചേച്ചിയെ കണ്ടു. ഓ, ഇവിടുന്ന് ചാടിയിട്ട് അവള് ശാരദയുടെ അടുത്ത് ചെന്ന് ചേർന്നു എന്ന് ഞാൻ അറിഞ്ഞു. അല്ല, ശാന്തേച്ചിയാ ആ കുട്ടികൾ അപകടത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത്. കുട്ടികളോ? ഏത് കുട്ടികള്? അപ്പോ സത്യമ്മ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നോ? പപ്പി സത്യ അപകടത്തിൽപ്പെട്ട കാര്യം അയ്യോ എപ്പോ? സത്യമ്മയ്ക്ക് അറിയാമെന്നാ ഞാൻ കരുതിയത്. കഴിഞ്ഞ ദിവസം അവര് ടൂർ പോയില്ലായിരുന്നോ? അപ്പോ കുട്ടികളെയും കൊണ്ടുവരുന്നു. അവിടെ വെച്ച് കുട്ടികള് വലിയൊരു കുഴിയിലേക്ക് വീണുപോയെന്ന്. അതല്ലേ അവര് വരാൻ താമസിച്ചത്. കുട്ടികളെ എന്നിട്ട് അവിടെയുള്ളവരെല്ലാരും കൂടിയാ രക്ഷപ്പെടുത്തിയതെന്ന്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇവിടെ പലരും അറിഞ്ഞിട്ടുണ്ടാവും. എന്നെ അറിയിക്കാഞ്ഞതായിരിക്കും അല്ലേ? മനഃപൂർവ്വം എന്നിൽ നിന്നും മറച്ചു വെച്ചു. എത്ര ഒളിപ്പിച്ചു വെച്ചാലും കള്ളങ്ങൾ അങ്ങ് ഒരുപാട് ഒളിപ്പിച്ചു വെക്കാൻ പറ്റത്തില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? രാഘവേട്ട, ഈ കാര്യം നിങ്ങൾക്ക് അറിയായിരുന്നോ? അറിയായിരുന്നോന്ന്? എന്റെ ഭാമേ, ഇത് വലിയ കാര്യമുള്ള കാര്യമൊന്നും ആയിരിക്കത്തില്ല. കുട്ടികൾക്കൊന്നും സംഭവിക്കാതെ അവർക്ക് വന്നല്ലേ പറഞ്ഞേ. അതും കഴിഞ്ഞു, അതിന്റെ അമരവും കഴിഞ്ഞു.
ഇനി എന്തിനാ അതിന്റെ പിന്നാലെ നടന്ന് ചൊറിയുന്നേ? അല്ലെങ്കിൽ തന്നെ അവരൊന്നിച്ച് ടൂറ് പോയനെ എന്താ ഇപ്പൊ കുറ്റം? അവനെ വിഷ്ണുവേ ഇച്ചിരി ഇള്ളവാവേന്നല്ലോ. പ്രായപൂർത്തിയായ ഒരു കുടുംബം നടത്താൻ കഴിവുള്ള ഒത്ത ഒരാൾ തന്നെയല്ലയോ? ആ ഇനിയെങ്കിലുവേ അവരുടെ കാര്യങ്ങൾ തന്നെത്താൻ നോക്കി അവർ ജീവിക്കട്ടെ ഭാമേ. നമ്മളായിട്ട് എന്തിനാ അവരുടെ കാര്യങ്ങൾ ഇടപെടാൻ പോകുന്നേ? ദേ രാഘവേട്ട എന്നെ കൊണ്ട് രാവിലെ തന്നെ ഒന്നും പറയിപ്പിക്കില്ല കേട്ടോ. ദേ ഇതിനകത്തെ ചുമ്മാ ദേഷ്യപ്പെട്ടിട്ടോ ചുമ്മാ കുറെ വഴക്കോട്ടോ ഒരു കാര്യമില്ല. ഓ ഇത് പ്രകൃതി നിയമമാ. പ്രായപൂർത്തിയായി കഴിഞ്ഞാലേ മക്കളെ അവരെ പാട്ടിന് വിട്ടേക്കണം. അവർക്ക് നല്ലൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ അവര് മര്യാദക്ക് ജീവിക്കട്ടെ. ഇല്ലെങ്കിൽ അങ്ങോട്ട് പഴയ പോട്ടെ. പിന്നല്ല ദേ ഞാൻ ഇതിനു മുമ്പ് നിന്നോട് പറഞ്ഞിട്ടുള്ളതാ, ഈ തള്ളക്കോഴിയെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരുവിധം തീറ്റ തയ്യാറാവുമ്പോ അവര് കുഞ്ഞുങ്ങളെ കൊത്തിയകറ്റും. എന്താ അതെ, അവർക്ക് സ്നേഹലായിട്ടാണോ കുഞ്ഞുങ്ങളോട്? അവരുടെ കാര്യത്തിൽ ശ്രദ്ധയിലാണ്ടാന്നോ? അല്ല, ജീവിതേ സ്വയം പഠിക്കാനുള്ള കളരിയാത്. ആ കളരിയെ നീ വിഷ്ണുവിന് ശാലിനിക്ക് കൊടുക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പൊന്നി എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാ എടുത്തോ, നമുക്ക് ഇറങ്ങാം. ഈ കളരി പുരാണം കേട്ടിരുന്നാലേ നമുക്ക് നമ്മുടെ ജോലി നടക്കില്ല. അതെ, കുട്ടിയൊക്കെ രണ്ടുപേർക്കും അങ്ങനെ കാര്യമായ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ശാന്ത അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. ഏയ് അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഓ അത് കേട്ടാ മതി. അതെ, ചായ എടുത്തു വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിച്ചോണം. ആ ഞങ്ങളെ വരാൻ അല്പം വൈകും, താമസിച്ചല്ലേ ഇറങ്ങുന്നത്. ആ പൊന്നിയെല്ലാം എടുത്തോ? ആ ആ ദേ പിള്ള ഇപ്പോഴും എത്തും. അയാൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു വിട്ടിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോയേക്കരുത്. ഇല്ല മരുന്ന് കഴിച്ചോണം, മറന്നു പോയേക്കരുത്. ഇല്ല 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 എന്ന് പറയും. വൈകിട്ട് വരുമ്പോ അതെല്ലാം അവിടെ തന്നെ കാണും. ഞാൻ കഴിച്ചോളാം പറഞ്ഞില്ലേ? കഴിക്കോ, കഴിച്ചാ മതി. ഞാൻ കഴിച്ചോളാം. നീ വാടി. ആ നീ നടക്ക അങ്ങോട്ട്. എന്നാലോ കുട്ടിയൊക്കെ എന്താ പറ്റിയേ? എന്തായാലും രക്ഷപ്പെട്ടല്ലോ, ഭാഗ്യം.